ഇന്ന് പ്രസിദ്ധ പോസ്റ്റർ ഡിസൈനർ സാബു കൊളോണിയുടെ പ്രവൃത്തിപഥം. വർഷത്തെ സിനിമാ ജീവിതം, അതിൽ 600-ലധികം സിനിമകൾ. പരസ്യകലാരംഗത്ത് എക്കാലത്തെയും ശ്രദ്ധേയമായ നാമധേയം ശ്രീ സാബു കൊളോണിയ. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു തരത്തിലല്ല, തരത്തിൽ ഭാഗ്യവാനാണ്. കാരണം മലയാള സിനിമയിലേക്ക് ഹരിശ്രീ കുറിക്കാൻ കൈപിടിച്ചിരുത്തുന്നത് പത്മരാജൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള സംവിധായകനാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 23 വർഷങ്ങൾ, 600 സിനിമകൾ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നൊരു കാര്യം, മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായൊരു കാലഘട്ടത്തിലാണ് എൻ്റെ എൻട്രി. ഒരുപാട് ഹിറ്റ് പടങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പത്മനാഭ സാറിൻ്റെ ആദ്യത്തെ പടം തന്നെ അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രമായിരുന്നു. ജയറാമിൻ്റെ എൻട്രി, ഫസ്റ്റ് പടം. അതിന് നാനയുടെ ഗാലപ്പോൾ അവാർഡ് കിട്ടി. പിന്നെ ഇങ്ങോട്ട് പടങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. പിന്നെ സിദ്ദിഖ് ലാലിൻ്റെ എൻട്രി, അതൊക്കെ മലയാള സിനിമയിലൊരു അതെ, റാഞ്ചുറ സ്പീക്കിംഗ് മുതൽ അവരുടെ എല്ലാ പടങ്ങളും ഞാനാണ് ചെയ്തത്. എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നു. എല്ലാം 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ്. പിന്നെ ഫാസിൽ സാറിൻ്റെ സൂര്യപുത്രിയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മണിച്ചിത്രത്താഴ് മുതലുള്ള പപ്പയുടെ സ്വന്തം അപ്പൂസ്, അങ്ങനെയുള്ള കുറേ ഹിറ്റ് ചിത്രങ്ങൾ. പിന്നെ സിബി മലയിലിൻ്റെ ആകാശദൂത് മുതൽ ഇങ്ങോട്ടുള്ള കമലദളം, ഭരതം, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖരുടെ പ്രമുഖ പടങ്ങൾ. ഇപ്പോൾ ഭരതൻ സാറിൻ്റെ വൈശാലി, അതൊക്കെയാണ് പത്മനാഭ സാറിൻ്റെ അപരനൊക്കെ ചെയ്ത് ഇമ്മീഡിയറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ മലയാള സിനിമ എന്നും സ്മരിക്കുന്ന കുറേ പ്രമുഖ പടങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. പത്മരാജൻ സാറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുമായിരുന്നു ഇത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന്? ഒരിക്കലും അപരനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപരൻ സത്യത്തിൽ ഞാൻ എഴുതിയ ടൈറ്റിൽ പുള്ളി ആൽബത്തിൽ കണ്ടിട്ട് ആ ടൈറ്റിൽ എഴുതി, അതിന് ഒരുപാട് പുതുമയുള്ള ടൈറ്റിലായിരുന്നു. പക്ഷേ ഈ ടൈറ്റിൽ ആരാണ് എഴുതിയതെന്നുള്ള അന്വേഷണത്തിലാണ് എന്നെ കണ്ടെത്തുന്നത്. സൂര്യ ജോണിനോട് പറയുന്നു ഇങ്ങനെ ഇയാളെ എറണാകുളത്ത് നിന്ന് എന്നെ വിളിച്ചു വരുത്തണം, എന്നിട്ട് നെടുമുടിയിലേക്ക് എന്നെ വിളിച്ചു വരുത്തുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടർ തോമസൻ ബാബുവിനെ പരിചയപ്പെടുത്തുന്നു. ഷൂട്ടിംഗ് നടക്കുന്നു. സബ്ജക്റ്റിനെ പറ്റിയൊക്കെ ഏകദേശം പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഈ പടം ഹിറ്റായി എൻ്റെ പോസ്റ്ററെല്ലാം സക്സസ് ആയതിനു ശേഷം ഞാനൊരിക്കൽ ചോദിച്ചു, ഇങ്ങനെ ഞാൻ ചെയ്ത ഒരു ടൈറ്റിൽ മാത്രം കണ്ടിട്ട് ഒരു പടത്തിൻ്റെ ഫുൾ വർക്ക്, അതും ഒരു മമ്മൂട്ടി പടം, ഒരു മോഹൻലാൽ പടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ടൈറ്റ് ഫേസ് അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് കൂടുതൽ ഗിമ്മിക്സ് കാണിക്കണ്ട. ഇത് ജയറാമെന്ന് വളരെ മെലിഞ്ഞിട്ട് കവളൊക്കെ കൊട്ടിയിട്ടൊരു പയ്യനാണ്. അതും വളരെ വ്യത്യസ്തമായൊരു സബ്ജക്റ്റും തീമും ഒക്കെ. അങ്ങനത്തെ ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാനുള്ള ധൈര്യം എങ്ങനെ സാറിന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാനായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയെന്നാണ് പുള്ളി പറയുന്നത്. പിന്നീട് അവരിന് ശേഷം ചെയ്ത സിനിമകൾ മറ്റൊരാൾ രണ്ടിൻ്റെ അർത്ഥം KG ജോർജിൻ്റെ, അത് പത്മനാഭ സാർ തന്നെയാണ് വിളിച്ച് പറയുന്നത്. വേറെ പടം ഞാൻ പിടിച്ചു തരാൻ, എനിക്ക് കമ്മീഷൻ തരുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ജോബ് സാറിനെ വിളിച്ച് പറയുന്നു, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. രണ്ടാമത് ചെയ്തത് മറ്റൊരാളെന്ന് പറഞ്ഞ വിടാം. ടെക്നോളജിക്കലി എന്തെങ്കിലും മാറ്റങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നോ? ടെക്നോളജിയിലുള്ള മാറ്റമൊക്കെ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കമ്പ്യൂട്ടറെല്ലാം വരുന്നത് ഗുരു എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയുടെ ഈ പരസ്യകലാ രംഗത്ത് ഭീകരമായൊരു വ്യതിയാനം ഉണ്ടാക്കിയ ആൾ ശ്രീ അശോകൻ തന്നെ, ഗായത്രി അശോകൻ. അശോകനെ ഞാൻ ഒരുപാട് ആരാധിക്കുകയും നേരിട്ട് കാണണമെന്നൊരാഗ്രഹിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. മനസ്സിലായി. ജനുവരി ഒരു ഓർമ്മ എന്ന് പറയുന്ന ആ പടത്തിൻ്റെ ഒക്കെ പോസ്റ്റർ അശോകൻ ചെയ്തതൊക്കെ ഞാൻ പത്മ ജംഗ്ഷനിലൊക്കെ അന്ന് ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുക പ്രൈവറ്റ് കോളേജിൽ. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട്, പച്ച കളറിലൊക്കെ സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് മാറ്റമാണ് വർഷങ്ങൾ കൊണ്ട് താങ്കളുടെ വർക്കിലുണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത്? പണ്ട് സംവിധായകരും ഡിസൈനറൊക്കെ തമ്മിലൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഡിസ്കഷൻ അനുസരിച്ചുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറി. ഇപ്പോൾ ഞാൻ റോജയുടെ പോസ്റ്റർ ഞാൻ ചെയ്തതാണ്. തിരുട കന്നത്തിൽ മുത്തമിട്ടാൽ, അതൊക്കെ ഞാൻ ചെയ്തതാണ്. മണിരത്നത്തിൻ്റെ ഒരു പോസ്റ്റർ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും, എന്താ പോസ്റ്റർ, എന്താ സ്റ്റൈൽ എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന അതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു പടത്തിന് നമ്മൾ അതുപോലെ പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. തിയേറ്ററിലേക്ക് ആൾക്കാർ വരുത്താനായിട്ട് എന്താണ് മാർഗം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാതെ
നമുക്ക് തിയേറ്ററിൽ ആൾക്കാരെ കയറ്റാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദേശാടനം. ദേശാടനം സബ്ജക്റ്റ് ചെയ്തവർക്ക് ഞാൻ ചെയ്ത വർക്കാണ് 100 സോഡിയ പടമാണ്. അപ്പോൾ ദേശാടനത്തിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ജയരാജന് അതൊരു നല്ലൊരു ഗ്യാപ്പിന് ശേഷം ചെയ്ത പടമാണ്. അപ്പോൾ ഒരു ആർട്ട് ഫിലിം എന്നുള്ളൊരു ഇമേജാണ് ആ പടത്തിന് ടോട്ടൽ കിടക്കുന്നത്. അപ്പോൾ ജയരാജ് ഒരു 1-2 മാസം ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടമൊക്കെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്ത. അപ്പോൾ ആർട്ട് ഫിലിം ആയതുകൊണ്ട് എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ക്ലാസ് പോസ്റ്റേഴ്സ് ചെയ്യാം എന്നുള്ളൊരു വലിയൊരു സ്വപ്നം കണ്ട് ഞാൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്റ്റൈലിലുള്ള കുറേ ടൈറ്റിൽസൊക്കെ, ഭയങ്കര സ്ലിമ്മായിട്ടുള്ള ടൈറ്റിൽസൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജയരാജ് തന്നെ പറഞ്ഞു, സാബു നമുക്ക് സ്റ്റൈലൊന്നും മാറ്റി പിടിക്കാം. ഒരു വലിയൊരു കൊണാർക്ക് വീലൊക്കെ വെച്ചിട്ട് കരിങ്കല്ലിൽ കൊത്തിയ പോലെ ദേശാടനം എന്ന് ഭയങ്കര ബോൾഡായിട്ട്, വൈശാലിയുടെയൊക്കെ ഒരു പാറ്റേൺ. പക്ഷേ ആ പടവും ആ ടൈറ്റിലായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ടൈറ്റിൽ ചെയ്തപ്പോൾ തന്നെ പുള്ളി ഹാപ്പിയായി. ഇനി പരസ്യം എങ്ങനെ ചെയ്യുന്നുള്ളതാണ് ടെൻഷൻ. കാരണം അതിനകത്ത് ആകെ അറിയാവുന്ന ഒരേ ഒരു നടൻ വിജയരാഘവൻ മാത്രമേ ഉള്ളൂ. ഞാനും ജയരാജും കൂടി സിദ്ദിഖിൻ്റെ അടുത്ത് പോയി. സിദ്ദിഖിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സിദ്ദിഖ് എങ്ങനെ നമുക്ക് ഈ പടം എങ്ങനെയൊന്ന് പൊക്കിയെടുക്കണം, പിന്നെ എന്തെങ്കിലും ഒരു പരസ്യത്തിൻ്റെ ആൾക്കാരാണല്ലോ, അപ്പോൾ എന്താ ഒരു മാർഗം എന്നൊക്കെ ആലോചിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞ്, ജയരാജ് ഒരു കാര്യം ചെയ്യേ, ആ പടം ആദ്യം ഒന്ന് കാണട്ടെ, അപ്പോൾ അതിനെന്തെങ്കിലും മാർഗം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലിറ്റിൽ ഷാനൈസിൽ പിറ്റേ ദിവസം പടം ഇട്ടു. പടം ഇട്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ആവേശമായി, ഈ പടം നമുക്ക് എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കണം. അങ്ങനെ ലിറ്റിൽ ഷാനൈസ് എന്ന് പടം കണ്ട് എൻ്റെ തൊട്ടടുത്ത് MG റോഡിലാണ് എൻ്റെ ഓഫീസ്. നേരെ എൻ്റെ ക്യാബിനിൽ വന്നു. ക്യാബിനിൽ വന്നിരുന്നിട്ട് ഉച്ച വരെ പലരും പല രീതിയിൽ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. അകത്തുനിന്ന് സിദ്ദിഖ് ഓടി വന്നിട്ട് പറഞ്ഞു, സാബു കിട്ടി ഓടി വാന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് പോസ്റ്റർ മമ്മൂട്ടിയുടെ ഒരു ടൈറ്റ് ഫേസ് വെച്ചിട്ട് ദേശാടനം, എന്നിട്ടൊരു ക്യാപ്ഷൻ, ഈ ചിത്രത്തിൽ ഞാനില്ല, ഭയങ്കര ബോൾഡായിട്ട്. പക്ഷേ ചിത്രം കണ്ടപ്പോൾ അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നി. സെക്കൻഡ് പോസ്റ്റർ മോഹൻലാലിൻ്റെ ടൈറ്റ് ഫേസ്, സെയിം ക്യാപ്ഷൻ, ശോഭന, ജയറാം, സുരേഷ് ഗോപി, ഇങ്ങനെയാണ് പോസ്റ്റർ ചെയ്തത്. പിന്നെ പടം നല്ലതായതുകൊണ്ടാണ് പിന്നെ അത് ഓടിയത്. പക്ഷേ നമ്മൾ അതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റ്മാർ വെച്ചിട്ട് കുറേ ക്ലാസ്സായിട്ട് കുറേ സ്റ്റൈലിൽ കുറേ പോസ്റ്റേഴ്സൊക്കെ ചെയ്ത് വിട്ടിച്ചായിരുന്നെങ്കിൽ ആരും തിയേറ്ററിൽ വരില്ലായിരുന്നു. ഒരു പടത്തിൻ്റെ പേരിന് അതിൻ്റെ ടൈപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ നോക്കാറുള്ളത്? ഇപ്പോൾ ആക്ഷൻ മൂവി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് മെറ്റാലിക് എഫക്റ്റ് ഒക്കെ ഉള്ളു. ഇപ്പോൾ ഫോർ ദ പീപ്പിളിൻ്റെ ടൈറ്റിൽ ഞാൻ ചെയ്തതാണ്. പക്ഷേ പോസ്റ്റേഴ്സ് പിന്നെ ചെയ്തത് ഞാനല്ല. കാരണം ഡിസ്ട്രിബ്യൂഷനെല്ലാം മാറി വന്നപ്പോഴത്തേക്ക് അത് വേറെ ആളാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്യണ സമയത്ത് ജയരാജൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നല്ല വെണ്ടുരുത്തിപ്പാലത്തിൻ്റെ ഒക്കെ തുരുമ്പെടുത്ത അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാറ്റേൺ, ഒരു മെറ്റാലിക് സംഭവം, ഭയങ്കര പഴമ തോന്നിക്കുന്ന നട്ടും ബോൾട്ടൊക്കെ ഇട്ട് പിടിപ്പിച്ചാണ് പോലത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ മൂവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ എഫക്റ്റ് അങ്ങനെയുള്ള ഭയങ്കര ബോൾഡായിട്ടുള്ള ടൈറ്റിലൊക്കെ ചെയ്യും. അതേസമയത്ത് ഒരു റൊമാൻറ്റിക് മൂവി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീലത്താമര എന്ന് പറയുന്ന പടത്തിന് നമുക്ക് അങ്ങനത്തെ സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ സോഫ്റ്റ്നെസ് ഉള്ള സംഭവം. ലവ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ചാന്തുവട്ടിന് നമ്മൾ കൺമഷി എഴുതിയ പോലെയാണ് ചാന്തുവട്ട്. സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ആദ്യത്തെ പടമായിരിക്കും കറുത്ത ടൈറ്റിലൊരു പടം വരുന്നത്. സാധാരണ എല്ലാവരും മജന്ത, പിങ്ക്, ഓറഞ്ച് കളറിൽ ഫ്ലൂറസെൻറ്റിലേ അടിക്കാവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നിടത്ത് നമ്മൾ ചാന്തുവട്ടെന്ന് കറുപ്പിൽ എഴുതിയിട്ട് പൊട്ട് മാത്രം റെഡാക്കി. അത് ആ സമയത്ത് വലിയ യുദ്ധം നടന്നതാണ്. അത് ശകുനം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അശുഭ ലക്ഷണമാണ് കറുപ്പ്. അതെ. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ എല്ലാ ടൈറ്റിലിൻ്റെയും പടങ്ങളുടെയും പിന്നിൽ നടക്കാറുണ്ട്.